ഹലോ എവരിവൺ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഫോറസ്റ്റ് എക്കോസിസ്റ്റം. അപ്പം ഈ ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ എന്താണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു എക്കോസിസ്റ്റത്തിൻ്റെ സ്ട്രക്ചറിൽ നമ്മൾ രണ്ട് ഘടനയാണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അബയോട്ടിക് കമ്പോണൻറ്റും സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താണ്? ബയോട്ടിക് കമ്പോണൻറ്റും. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിലും രണ്ട് സ്ട്രക്ചറാണ് വരുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അബയോട്ടിക് കമ്പോണൻറ്റും അതുപോലെ തന്നെ രണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്? ബയോട്ടിക് കമ്പോണൻറ്റും. ഓക്കെ, അപ്പോൾ ഈ അബയോട്ടിക് കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ജീവനില്ലാത്ത വസ്തുക്കളുള്ളതാണ് എന്ന് പറയുന്നത് അബയോട്ടിക് കമ്പോണൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അബയോട്ടിക് കമ്പോണൻറ്റിൽ മെയിനായിട്ട് ബേസിക് ഇൻഓർഗാനിക് ആൻഡ് ഓർഗാനിക് കോമ്പൗണ്ട് പ്രസൻറ്റ് ഇൻ ദ സോയിൽ ആൻഡ് അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിലും സോയിലിലും ഉള്ള ഇൻഓർഗാനിക് കണ്ടൻറ്റുകളാണ് ഏതിൽ വരുന്നത്? നമ്മുടെ ഈ അബയോട്ടിക് കമ്പോണൻറ്റിൽ വരുന്നത്. അത് മാത്രമല്ല, അതിനുശേഷം നോക്കിക്കേ, നാച്ചുറൽ ലൈറ്റ് കണ്ടീഷൻസ്, അതുപോലെ തന്നെ അവശിഷ്ടങ്ങൾ, പിന്നെ ഓരോ ഇതിൻ്റെയും ഓരോ ഡെഡ് ഓർഗാനിക് ഡെബ്രിഡ്സ്, അതായത് അതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ, ഈ മരിച്ചു കിടക്കുന്നതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ ഏതിൽ പറയുന്നത്? അബയോട്ടിക് കമ്പോണൻറ്റിൽ പറയുന്നത്. അപ്പോൾ അബയോട്ടിക് കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ ലിവിങ് ഓർഗാനിസമാണ് അബയോട്ടിക് കമ്പോണൻറ്റ്. അപ്പോൾ ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിലും ഏതൊരു എക്കോസിസ്റ്റത്തിനെയും പോലെ തന്നെ അബയോട്ടിക് കമ്പോണൻറ്റുകൾ ഉണ്ടാവും. അതായത് മണ്ണിലും അതുപോലെ തന്നെ അന്തരീക്ഷത്തിലും നിൽക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ടുകളാണ് ഈ അബയോട്ടിക് കമ്പോണൻറ്റിൽ വരുന്നത്. ഇനി രണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്? ബയോട്ടിക് കമ്പോണൻറ്റ്. ബയോട്ടിക് കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ജീവനുള്ള വസ്തുക്കൾ. അത് നമ്മൾ നേരത്തെ ഒരു നോർമൽ എക്കോസിസ്റ്റത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇതിൽ മെയിനായിട്ട് മൂന്നെണ്ണമാണ് ഉള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസർ ഓർഗാനിസം, സെക്കൻഡ് വൺ കൺസ്യൂമർ ഓർഗാനിസം, തേർഡ് വൺ എന്ന് പറഞ്ഞത് ഡീകോമ്പോസേഴ്സ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഏതാണ്? പ്രൊഡ്യൂസറും ഉണ്ട്, അതുപോലെ തന്നെ കൺസ്യൂമർ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഡീകോമ്പോസേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇൻ ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിൽ നോക്കിക്കേ, പ്രൊഡ്യൂസേഴ്സ് ആർ മെയിൻലി ട്രീസ് ദാറ്റ് ഷോ മച്ച് സ്പീഷീസ് ഡൈവേഴ്സിറ്റി ആൻഡ് ഗ്രേറ്റർ ഡിഗ്രി ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? വലിയ വലിയ മരങ്ങളാണ് അല്ലേ? മെയിൻലി ട്രീസ് ആണ്. അത് വൈഡ് വെറൈറ്റി ഓഫ് ട്രീസ് ഉണ്ട് അല്ലേ? ആ വൈഡ് വെറൈറ്റി ഓഫ് ട്രീസും അതുപോലെ തന്നെ ഗ്രേറ്റർ ഡിഗ്രി ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളിൽ വ്യാപിച്ച് കിടക്കുന്നതുമാണ്. അപ്പം പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ ആരാണ്? ട്രീസ് ആണ്. ദ ട്രീസ് ആർ ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് ദ ഫോറസ്റ്റ് ഡെവലപ്പിംഗ് ഇൻ ദ ക്ലൈമറ്റ്. അപ്പോൾ ആ ട്രീ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഒരു മരം മാത്രമല്ല, ആ ക്ലൈമറ്റിൽ ഉണ്ടാകുന്ന ഏത് മരങ്ങൾ, ആ ഫോറസ്റ്റിൽ ഉണ്ടാകുന്ന ഏത് മരങ്ങളും എന്താണ്? പ്രൊഡ്യൂസേഴ്സ് ആണ്. ബിസൈഡ്സ് വേരിയസ് സ്പീഷീസ് ഓഫ് ട്രീ, ഷ്രബ്സ് ആൻഡ് ഗ്രൗണ്ട് വെജിറ്റേഷൻ ഓഫ് വേരിയസ് ടൈപ്സ് ആർ ഓൾസോ ഫൗണ്ട്. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഹു പ്രൊഡ്യൂസ് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞത്. ഇൻ ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിൽ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ആരായിരിക്കും? ട്രീസ് ആണ്. അതുപോലെ തന്നെ എന്താണ്? പല തരത്തിലുള്ള ഷ്രബ്സ്, അതായത് കൊച്ചു കൊച്ചു ചെടികളും കുറ്റിച്ചെടികളും ഗ്രൗണ്ട് വെജിറ്റേഷനും ഒക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കാണുന്ന പോലെയുള്ള ചെറിയ ചെറിയ ചെടികൾ. അപ്പോൾ ഇതൊക്കെ എന്താണ് വരുന്നത്? പ്രൊഡ്യൂസേഴ്സ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഇനി രണ്ടാമതെന്ന് പറഞ്ഞാൽ കൺസ്യൂമറാണ്. അബയോട്ടിക് കമ്പോണൻറ്റിലുണ്ട് രണ്ടാമത്തെ കമ്പോണൻറ്റ് കൺസ്യൂമറാണ്. ഇനി ദ കൺസ്യൂമേഴ്സ് ആർ ത്രീ മെയിൻ ടൈപ്പ്. കൺസ്യൂമേഴ്സ് മൂന്ന് തരത്തിലുണ്ട്. അത് നോർമൽ എക്കോസിസ്റ്റത്തിലുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ആരാണ്? പ്രൈമറി കൺസ്യൂമർ, സെക്കൻഡറി കൺസ്യൂമർ, അതുപോലെ തന്നെ എന്താണ്? ടെറിട്ടറി കൺസ്യൂമർ. ഓക്കെ, നോക്കിക്കേ, പ്രൈമറി കൺസ്യൂമേഴ്സ് ആർ ദ ഹെർബിവേഴ്സ്, അറിയാലോ, വിച്ച് ഫീഡ് ഡയറക്ട്ലി ഓൺ പ്രൊഡ്യൂസേഴ്സിനെ നേരിട്ട് ഫുഡാക്കുന്ന, പ്രൊഡ്യൂസേഴ്സിനെ നേരിട്ട് എന്ത് ചെയ്യുന്നു? ഫീഡ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. ഹെർബിവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സസ്യഭുക്കുകൾ അല്ലേ? അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതാണ്? സസ്യങ്ങളാണ് അല്ലെങ്കിൽ മരങ്ങളാണ്. ആ സസ്യങ്ങളെ അല്ലെങ്കിൽ മരത്തിലെ ഇലകളെയൊക്കെ നേരിട്ട് കഴിക്കുന്നതിനെയാണ് നമ്മൾ പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. നോക്കിക്കേ, ദീസ് ഇൻക്ലൂഡ് സ്മോളർ അനിമൽസ് സച്ച് ആസ് ആൻഡ്, ബീറ്റിൽസ്, ബഗ്സ് എക്സെട്ര. അതുപോലെ തന്നെ ലാർജർ അനിമൽസ് സച്ച് ആസ് എലിഫൻറ്റ്, ഡിയർ. അപ്പോൾ മനസ്സിലായല്ലോ. ആൻറ്റിലോപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാൻ. ഓക്കെ, മാൻ്റെ ഒരു തരത്തിലുള്ളതാണ്. ആൻറ്റിലോപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കീരിയാണ്. ആൻറ്റിലോപ്സ് എന്ന് പറഞ്ഞാൽ കീരിയാണ്. അപ്പം അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രൈമറി കൺസ്യൂമേഴ്സ് ഉണ്ട്. പ്രൈമറി കൺസ്യൂമേഴ്സിൽ സ്മോൾ അനിമൽസും ഉണ്ട്, അതുപോലെ തന്നെ ലാർജർ അനിമൽസും ഉണ്ട്. മനസ്സിലായല്ലോ. അപ്പോൾ പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫീഡ് ഓൺ പ്രൊഡ്യൂസേഴ്സിനെ കഴിക്കുന്ന ആൾക്കാരാണ് പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ സ്മോളർ അനിമൽസായ ആൻറ്റും ബീറ്റിൽസും ഉണ്ട്, അതുപോലെ തന്നെ ലാർജർ അനിമൽസായ എന്തൊക്കെയുണ്ട്? ആൻറ്റിലോപ്സ്, അതുപോലെ തന്നെ ജിറാഫ്, ഡിയർ, ഇതൊക്കെ വരും. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡറി കൺസ്യൂമേഴ്സ് ആർ കാർണിവേഴ്സ്, അറിയാലോ. കാർണിവേഴ്സ് ആൻഡ് ഫീഡ് ഓൺ പ്രൈമറി കൺസ്യൂമേഴ്സിനെ ഫുഡാക്കുന്നതിനെ നമ്മൾ എന്തെന്ന് പറയും? സെക്കൻഡറി കൺസ്യൂമേഴ്സ്. ദീസ് ഇൻക്ലൂഡ് ബേർഡ്, ലിസാർഡ്, ഫ്രോഗ്, സ്നേക്സ്, ഫോക്സ് എക്സെട്ര. മനസ്സിലായല്ലോ. സെക്കൻഡറി കൺസ്യൂമേഴ്സ് ആണ്. Then third, territory consumers are the secondary carnivores and feed on secondary consumers. These include top carnivores like lion, tiger, etc. അപ്പോൾ സെക്കൻഡറി കൺസ്യൂമേഴ്സ്
കൺസ്യൂമേഴ്സിന് കാർണിവേഴ്സ് ആണ്. കാർണിവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാംസഭുക്കാണ്, അതായത് ചെറിയ കാർണിവേഴ്സ്. വലിയ രീതിയിലുള്ള മൃഗങ്ങളെയൊന്നും അല്ല കഴിക്കുന്നത്, വലിയ രീതിയിലുള്ള പ്രൈമറി കൺസ്യൂമേഴ്സ് ഒന്നും അല്ല അവർ കഴിക്കുന്നത്. അതിനെയാണ് നമ്മൾ സ്മോൾ കാർണിവേഴ്സ് എന്ന് പറഞ്ഞത്. ഇതൊക്കെ കഴിഞ്ഞ പോർഷനിൽ പറഞ്ഞിട്ടുള്ളതാണ്. സ്മോൾ കാർണിവേഴ്സ് ഏതൊക്കെയാണ്? ഫ്രോഗും അതുപോലെ സ്നേക്സും ഫോക്സൊക്കെയാണ്. ടെറിട്ടറി കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ സെക്കൻഡറി കാർണിവേഴ്സ് ആണ്. അവർ സെക്കൻഡറി കൺസ്യൂമേഴ്സിനെ കഴിക്കുന്നതാണ്. ഓക്കെ, അത് ശ്രദ്ധിച്ചോളുക. അതൊരു ചാർട്ട് പോലെ വരച്ച് പഠിക്കുക. ദീസ് ഇൻക്ലൂഡ് ഏതൊക്കെയാണ്? ടോപ്പ് കാർണിവേഴ്സ് ലൈക്ക് ലയൺ, ടൈഗർ, അതൊക്കെയാണ് അതിനകത്ത് വരുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഡീകോമ്പോസേഴ്സ്. അറിയാലോ, ദീസ് ഇൻക്ലൂഡ് വൈഡ് വെറൈറ്റി ഓഫ് സാപ്രോട്രോഫിക് മൈക്രോ ഓർഗാനിസം ലൈക്ക് ബാക്ടീരിയ, ഫംഗി, അതുപോലെ ആക്ടിനോമൈസെറ്റ്സ് എന്ന് പറയും. അതായത് ഇതെന്ന് പറഞ്ഞാൽ ബാക്ടീരിയയുടെ രീതിയിലുള്ള മൈക്രോ ഓർഗാനിസമാണ്. ചെറിയ ചെറിയ മൈക്രോ ഓർഗാനിസത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സാപ്രോട്രോപിക് മൈക്രോ ഓർഗാനിസം. അത് ഏതൊക്കെയാണ്? ബാക്ടീരിയ, ഫംഗി, അസിറ്റോമൈസൈറ്റ്സ്. അതായത് ഈ ബാക്ടീരിയ പോലെ തന്നെയുള്ള വേറൊരു വകഭേദം ഉള്ളതാണ് ഏതെന്ന് പറയുന്നത്? ആക്ടിനോമൈസെറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡീകോമ്പോസേഴ്സ് ആണ് അതുള്ളത്. ദേ അട്രാക്ട് ദ ഡെഡ് ഓർ ഡീക്കേഡ് ബോഡീസ് ഓഫ് ഓർഗാനിസം ആൻഡ് ദീസ് ഡീകോമ്പോസിഷൻ ടേക്ക് പ്ലേസ്. അതായത് ഈ ടെറിട്ടറി കൺസ്യൂമേഴ്സിനെ ഒക്കെ അത് അവശിഷ്ടമാകും, അപ്പോൾ ഡെഡ് ഓർഗാനിസം ആകും, അതിനെ ഫുഡാക്കിയിട്ട് മണ്ണിലോട്ട് ലയിപ്പിക്കുന്നതിന് നമ്മൾ എന്താന്ന് പറയുന്നത്? ഡീകോമ്പോസേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് എന്ന് പറയുന്നത് സ്ട്രക്ചർ ഓഫ് ഫോറസ്റ്റ് എക്കോസിസ്റ്റം. എല്ലാത്തിലും ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ പറയുന്നുണ്ട്. എല്ലാ എക്കോസിസ്റ്റത്തിലും സ്ട്രക്ചർ പറയുന്നുണ്ട്. അതിൽ നമുക്കൊന്ന് പറയാനുള്ളത് അബയോട്ടിക് കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ ലിവിങ് മെറ്റീരിയലാണ്. ഇത് രണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്? ബയോട്ടിക് കമ്പോണൻറ്റ്. ബയോട്ടിക് കമ്പോണൻറ്റ് വെച്ചാൽ ലീവിങ് ഓർഗാനിസം, ജീവനുള്ള വസ്തുക്കളാണ്. അതിലൊന്നെന്ന് പറയുന്നത് പ്രൊഡ്യൂസർ ഉണ്ട്. പ്രൊഡ്യൂസർ എന്ന് വെച്ചാൽ ഹൂ പ്രൊഡ്യൂസ് ദ എനർജി അല്ലെങ്കിൽ ഹൂ പ്രൊഡ്യൂസ് ദ ഫുഡാണ് പ്രൊഡ്യൂസർ എന്ന് പറയുന്നത്. രണ്ടെന്ന് പറഞ്ഞാൽ കൺസ്യൂമർ ഓർഗാനിസം. കൺസ്യൂമർ ഓർഗാനിസത്തിൽ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണ്? പ്രൈമറി കൺസ്യൂമേഴ്സും സെക്കൻഡറി കൺസ്യൂമേഴ്സും ടെറിട്ടറി കൺസ്യൂമേഴ്സും. പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൂ ഫീഡ് ഓൺ പ്രൊഡ്യൂസർ, അല്ലേ? ഹൂ ഫീഡ് ഓൺ പ്രൊഡ്യൂസർ. സെക്കൻഡറി കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൂ ഫീഡ് ഓൺ പ്രൈമറി കൺസ്യൂമർ. ടെറിട്ടറി കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൂ ഫീഡ് ഓൺ സെക്കൻഡറി കൺസ്യൂമർ. ഡീകോമ്പോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഇതൊക്കെ ഡെഡ് ആനിമൽ ആകും അല്ലെങ്കിൽ ഡെഡ് ഓർഗാനിസം ആകുമ്പോൾ അതിനെ എന്ത് ചെയ്യാണ്? ഡീകോമ്പോസ് ചെയ്യുന്ന ഐറ്റത്തിന്, അതായത് ഈ ബാക്ടീരിയ, ഫംഗി ഇതുപോലെയുള്ള സംഭവങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ഡീകോമ്പോസേഴ്സ് എന്ന് പറഞ്ഞത്. ഓക്കെ.